ഹായ്, ഇത് നമ്മളെ ഇടുക്കി കട്ടപ്പനയിൽ എബ്രഹാം ചേട്ടനും ഫാമിലിക്കും വേണ്ടിയിട്ട് നമ്മൾ നിർമ്മിച്ച് നൽകുന്ന വീടാട്ടോ. അതിൻ്റെ പ്ലിന്തിൻ്റെ കോൺക്രീറ്റ് ഇടുന്ന ചടങ്ങാണ്. അതാത് വീടുകൾക്ക് ഫസ്റ്റത്തെ ഒരു കോൺക്രീറ്റ് ആ വീട്ടുകാരിടണമെന്ന് ഒരുവിധം എല്ലാ ആൾക്കാർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. മാക്സിമം ആളുകളുള്ള സൈറ്റിൽ, അതായത് ക്ലയൻറ്റുകളുള്ള സൈറ്റിൽ നമ്മൾ അവരെയും കൊണ്ട് ഇടിയിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പണിക്കാരനെ അതിട്ടിട്ട് തുടങ്ങാറാണ് പതിവ്. ഇന്ന് ഈ സൈറ്റിൽ 20ഓളം ജോലിക്കാരുണ്ട് കേട്ടോ. ഇന്നത്തെ ഈ പ്ലിന്ത് കോൺക്രീറ്റിൻ്റെ ഫുൾ ക്രെഡിറ്റും, അതായത് 100% ക്രെഡിറ്റും അമ്മൂന് മാത്രമുള്ളതാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ 20 ജോലിക്കാർ ഇന്ന് ആ സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിലും അതിലൊരൊറ്റ ജോലിക്കാരും നമ്മളെ സ്ഥിരം സ്റ്റാഫുകളല്ല. ഇന്ന് ഈ സൈറ്റിൽ ലേന കൺസ്ട്രക്ഷൻ്റെ സ്റ്റാഫായിട്ട് ഞാനും അമ്മും മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഇവിടെ ഈ ഒരു പ്ലിന്തിന് വേണ്ടിയിട്ട് അമ്മുവാണ് അറേഞ്ച് ചെയ്തത്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താ ഇപ്പോൾ ഇതിൽ ഇത്ര അതിശയമുള്ള, നിങ്ങളൊരു കൺസ്ട്രക്ഷൻ കമ്പനിയോട് നടക്കുന്ന സമയത്ത് സാധാരണ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാവാറെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എല്ലാ സൈറ്റിലും അവൾ തന്നെയാണ് അറേഞ്ച് ചെയ്യാറ് എല്ലാ കാര്യങ്ങളും. അതായത് ഈ സൈറ്റിലേക്കുള്ള സിമൻറ്റ്, എംസാൻഡ്, കമ്പി. ഞാൻ ഈ സൈറ്റിലെ ഈ മെഷർമെൻറ്റ്, അതായത് നമ്മൾ വർക്കേഴ്സിന് മെഷർമെൻറ്റ്സും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കല്ലാണ്ട് ഒരു കാര്യങ്ങളും ഒരു വർക്ക് സൈറ്റത്തെയും കാര്യങ്ങൾ ഞാൻ അറിയാറില്ല കേട്ടോ, ഇൻക്ലൂഡിങ് പേയ്മെൻറ്റ് വരെ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മളെ മലയാളി പിള്ളേരാണ് നമ്മളെ ഈ പ്ലിന്ത് അടിച്ചത്. അപ്പോൾ അവർ അടിച്ചു കഴിഞ്ഞപ്പോൾ അവർ നേരെ നാട്ടിലേക്ക് പോയി. അടുത്ത ദിവസം തന്നെ കോൺക്രീറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ കോൺക്രീറ്റ് ഫിക്സ് ചെയ്ത സമയത്ത് നമ്മൾക്ക് അവിടേക്ക് നമ്മളെ 2 ലേബേഴ്സിനെ, അല്ലെങ്കിൽ നമ്മളെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവളാണ് പറഞ്ഞത്, ഞാൻ അവിടെ തന്നെ ഏൽപ്പിക്കാം, ഇൻക്ലൂഡിങ് എല്ലാം, അതായത് ലെവലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അവിടെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അവളാണ് ഫോൺ വിളിച്ച്. ഇതൊക്കെ നമ്മൾ നാട്ടിൽ, അതായത് കോട്ടയത്ത് ഇരുന്നുകൊണ്ട് ചെയ്യണ പരിപാടിയാണ്. ഞങ്ങൾ കമ്പി എടുത്ത ആ ഒരു കടയിൽ നിന്നും അവിടുന്ന് ഒരു കോൺക്രീറ്റുകാരൻ്റെ നമ്പർ മേടിച്ച് അയാളെ കോർഡിനേഷൻ ചെയ്ത് സൈറ്റ് പോയി നോക്കാൻ പറഞ്ഞ് സൈറ്റ് പോയി നോക്കി എത്ര ലേബർ വരും എന്ന കാര്യങ്ങളൊക്കെ എല്ലാം അവളാണ് ഡീൽ ചെയ്യണത്. അപ്പോൾ ഡീലിങ്ങിലൊരു കാര്യം പ്രത്യേകിച്ച് അവൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഒരു സ്റ്റാഫും ഉണ്ടായിരിക്കില്ല, ഞങ്ങൾ ജസ്റ്റ് വരികയുള്ളൂ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ 100% ഉത്തരവാദിത്തത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട്, അതായത് ഒരു ടെൻഷനും ഇല്ലാണ്ട് നടന്നൊരു പ്ലിന്താണ്. അതാണ് ഞാൻ പറഞ്ഞത് 100% ക്രെഡിറ്റ് ഓൾക്കാണെന്ന്. ഞാൻ ഈ ഒരു പ്ലിന്ത് വർക്കണേന് കട്ടപ്പന വരെ വണ്ടി ഓടിച്ച് തിരിച്ചു പോകുന്നു എന്നല്ലാണ്ട് എനിക്ക് ഒരു ഹെഡ് ഏക്കും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ വന്ന ആൾക്കാരും നല്ല സൂപ്പർ പണിക്കാരായിരുന്നു. സൂപ്പർ പണിക്കാരെന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ മെയിൻ സ്ലാബുകൾ കോൺക്രീറ്റ് ചെയ്യണമൊക്കെ അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് കൊടുക്കാറാണ് പതിവ്. ഇപ്പോൾ കോട്ടയം ഭാഗത്തും എറണാകുളം ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹരിയേട്ടനാണ് സ്ഥിരമായിട്ട് ചെയ്യാറ്. ഹരിയേട്ടൻ വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു റിസ്ക്കും ഇല്ല, ഹരിയേട്ടൻ തന്നെ പോയി എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തോളും. പക്ഷേ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില സ്ഥലങ്ങളിൽ യൂണിയൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെ യൂണിയൻകാരൊക്കെ ഏറ്റെടുക്കുന്ന സമയത്ത് ഇതൊരു ആളും നാഥനില്ലാത്ത കളരിയായിട്ട് മാറാറുണ്ട്. കാരണം ഞാൻ പറഞ്ഞാൽ അവരും കേൾക്കില്ല, അവർ പറഞ്ഞാൽ അവർ കൊണ്ടുവരുന്ന പണിക്കാരും കേൾക്കില്ല. മെറ്റൽ കോരിടാനൊരു ടീമായിരിക്കും, സിമെൻറ്റ് എടുക്കാൻ വേറൊരു ടീം, അതേപോലെ ട്രോളി തള്ളാൻ വേറൊരു ടീം. ഇവരെല്ലാവരും തമ്മിലൊരു കോർഡിനേഷനും ഉണ്ടായിരിക്കില്ല. ഇത് നമ്മൾ അനുഭവിക്കണോണ്ടാട്ടോ ഈ പറയണത്. ഇപ്പോൾ അടുത്ത് ചേർത്തലയിൽ ചെയ്തൊരു മെയിൻ സ്ലാബിൻ്റെ ഒരു അവസ്ഥ, വെറും 1000 ചില്ലാൻ സംതിങ് ഉള്ളൊരു മെയിൻ സ്ലാബ് തീരാനായിട്ട് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5 മണിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 5 മണി വരെ 1000 സ്ക്വയർ ഫീറ്റ് മെയിൻ സ്ലാബ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി? അത് നമ്മൾ സാധനങ്ങൾ കറക്റ്റായിട്ട് ഇറക്കി വയ്ക്കാത്ത കാരണം കൊണ്ടൊന്നുമല്ല, ഈ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ. അതായത് അവർ മെയിൻ സ്ലാബിന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ കൊണ്ടുവരുന്ന ആൾക്കാർ പകുതി പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ആൾക്കാർ കേൾക്കില്ല. ഞാൻ അവരോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനല്ല, അവരാണ് ചെയ്യേണ്ടത്, അത് അവരല്ല മറ്റവരാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ഹെഡ് ഏക്ക് ആക്കിയും കൊണ്ടിരിക്കും. പിന്നെ ഇതിലേറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഈ സ്ലാബിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മളെ, അതായത് കോൺട്രാക്ടർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. യൂണിയൻകാരൊക്കെ നല്ലതാണ്, എല്ലാ ആൾക്കാർക്കും ജോലി വേണം, എനിക്കും അതിൽ നല്ല താല്പര്യമുള്ള. ഇനി 10 റുപ്യ കൂടിയാലും എനിക്ക് കുഴപ്പമില്ല. നമ്മളെ മലയാളികൾക്ക് ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂലി കൊടുക്കണേ കൊണ്ട് ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരു ഉത്തരവാദിത്തത്തിലൊരു ജോബ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ഉത്തരവാദിത്തത്തിൽ കൂടി ചെയ്തു തരാൻ മിനിമം ശ്രമിക്കണം. അത് ശ്രമിക്കണില്ല എന്നുള്ളത് മാത്രമുള്ളൊരു പരാജയം. നമ്മൾ ഒരു ഭിത്തി കെട്ടുമ്പോൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. കാരണം ഭിത്തിയിൽ ഇപ്പോൾ ഒരു ക്രാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ക്രാക്ക് കൊണ്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു ലീക്ക് വരാൻ പോകുന്നില്ല. പക്ഷേ ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതേപോലെ തന്നെ ഏതൊരു വർക്ക് എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കോർഡിനേഷൻ ഇല്ലായ്മ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രത്യേകിച്ച് മെയിൻ സ്ലാബിന് നമ്മൾ കൂടുന്ന കോൺക്രീറ്റിൻ്റെ ഒരു മിക്സിങ് മിസ്സായാൽ മതി, ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ നിരപരാധിയായ കോൺട്രാക്ടർമാരെ ഏറ്റെടുക്കണം. കാരണം ഈ യൂണിയൻ എന്ന് പറഞ്ഞ് വന്നിട്ട് അന്നത്തെ ദിവസം അവിടെ വാശി പിടിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ ഭാവിയിൽ ആ വീടിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരാരാ ഏതാണെന്നും അറിയും കൂടി ഉണ്ടാവില്ല. പക്ഷേ വീട് ചെയ്ത കോൺട്രാക്ടർക്കായിരിക്കും അതിൻ്റെ ഫുള്ള് നാണക്കേടും.
അതേ സ്ഥാനത്ത് ആ കോൺട്രാക്ടർ കൊണ്ടുവന്ന ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആ മെയിൻ സ്ലാബ് ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ സംഭവിക്കാം. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർക്ക് അതിനൊരു ഉത്തരവാദിത്തത്തിനൊരു സന്തോഷം ഉണ്ടായിരിക്കും. കാരണം ഓക്കെ എൻ്റെ പണിക്കാരോട് തന്നെയാണല്ലോ ഈ മിസ്റ്റേക്ക് പറ്റിയത്, അപ്പോൾ കുഴപ്പമില്ല. ഇത് നിസ്സഹായനായിട്ട് നിൽക്കും വേണം. എന്നിട്ട് അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും അമ്മ നല്ലൊരു ടീമിനെയാണ് ഇവിടെ ഏൽപ്പിച്ചിരുന്നത്. ആ ടീം നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ രാവിലെ കുറച്ച് നേരം അവിടെ പോയിരുന്നു. ഒരു 1-2 മണിക്കൂർ ഞാൻ അവരൊപ്പം നിന്ന് അവർ ചെയ്യണത് പ്രത്യേകിച്ച് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണ്, അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. മെയിനായിട്ട് ഞാൻ നോക്കിയത് നമ്മൾ അവരുടെ കോർഡിനേഷൻ എല്ലാം ഓക്കെയാണ്. അപ്പോൾ അവർ തമ്മിൽ അലമ്പില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ചാർജ് ഉണ്ടായിരുന്നില്ല, ഞാനും അമ്മും ചാർജ് ചെയ്യാൻ പോയി. ചാർജ് ചെയ്യണ സമയത്ത് ഞങ്ങൾ രണ്ടാളും ഉറങ്ങിപ്പോയി. പിന്നെ എബ്രഹാം ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഞങ്ങൾ ഫോൺ വിളിച്ചിട്ടാണ് ഞങ്ങൾ സൈറ്റിലേക്ക് വന്നത്. കാരണം ഇത് ഇടുക്കി ഇരട്ടിയാറിലാണ് ഈ പ്രോജക്റ്റ്, കട്ടപ്പനയിലാണ് ഞങ്ങൾ ചാർജ് ചെയ്യാനായിട്ട് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു സ്റ്റാഫ് പോലും ഇല്ലാണ്ട് ഞങ്ങൾ ഇത്രയും ദൂരത്ത് പോയിട്ട് സിമ്പിളായിട്ട് ഒരു പ്ലിന്ത് കോൺക്രീറ്റ് ചെയ്ത് വന്നു. ഇതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ സ്ലാബും ഇതേ ടീം തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യം ആ സൈറ്റിൽ വരുമെന്ന് എനിക്ക് തോന്നണില്ല. എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ ടീമായിരുന്നെങ്കിൽ എത്ര നന്നായി എന്ന് ആലോചിക്കണം. കാരണം ലോങ്ങിൽ വർക്ക് എടുക്കുമ്പോൾ ഈ സ്റ്റാഫിനെ അങ്ങോട്ടും കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. ഞങ്ങൾ ഈ ലോങ് ഡിസ്റ്റൻസിൽ വർക്ക് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാനും അമ്മ എപ്പോഴും കൂടെ നടക്കാറ്. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ നാട്ടിലുള്ള ആൾക്കാരെ വിചാരിച്ചായിരുന്നു ഈവൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവളെന്തിനാണ് ഇതിൻ്റെ കൂടെ പോകണമെന്നുള്ളത്. ചില ആൾക്കാർ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന് ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ഭർത്താവിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കാറില്ലല്ലോ. ഇപ്പോൾ ഒരു ഓഫീസ് ജോലിയാണെന്നുണ്ടെങ്കിൽ ഭാര്യ പിന്നാലെ പോകണമെന്നില്ല. പക്ഷേ സ്വന്തമായിട്ട് എത്രയോ ആൾക്കാർ സ്വന്തം ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ പല ആൾക്കാരും ഭാര്യമാരെ കൂട്ടാറില്ല, കൂട്ടുന്ന ആൾക്കാരും ഉണ്ട്. അന്ന് മുതൽ ഞാൻ എൻ്റെ കൂടെ എൻ്റെ എല്ലാ സൈറ്റുകളിലും എൻ്റെ കൂടെ നിർത്തുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്വന്തം നിലയിൽ പ്രാപ്തിയായി. നമ്മുടെ ഈ കമ്പനിയിൽ 25% ജോബ് മാത്രമാണ് എൻ്റെ റിസ്കിൽ നടക്കുന്നത്. ബാക്കി 75% എല്ലാ ജോലി ഭാരം അമ്മൂനാണുള്ളത്. പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന കോളുകൾ അവളാണ് അറ്റൻഡ് ചെയ്യണത്, പുതിയ ക്ലയൻറ്റിനോട് അവളാണ് സംസാരിക്കണത്, റണ്ണിങ് പ്രോജക്റ്റിലെ എല്ലാ ക്ലയൻസിനോടും അവളാണ് നേരിട്ട് സംസാരിക്കണതും ഫോണിലൂടെ എന്നുണ്ടെങ്കിൽ. കാരണം ഞാൻ ആകെ ചെയ്യണത് സൈറ്റ് കോർഡിനേഷൻ മാത്രമാണ്. അതായത് എല്ലാ പ്രോജക്റ്റിലും എല്ലാ കാര്യങ്ങളും നമ്മളെ വർക്കേഴ്സിനോടുള്ള കോർഡിനേഷൻ മാത്രമാണ് ഞാൻ നോക്കണത്. പിന്നെ എൻ്റെ ഒരു മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ വണ്ടി ഓടിച്ച് പോവുക എത്തുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളീ കാണുന്ന കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രോജക്റ്റിലെ ഒരു മെറ്റീരിയലും റോ മെറ്റീരിയലും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് ലിസ്റ്റ് മാത്രമാണ് അമ്മൂന് കൊടുക്കുന്നത്. ബാക്കി ആ സാധനങ്ങൾ സൈറ്റിലെത്തുന്നത് വരയ്ക്കുള്ള എല്ലാ ഉത്തരവാദിത്വവും ഉള്ളതാണ്. അതേപോലെ നമുക്ക് 10-40 സ്റ്റാഫ് ഉണ്ട്. അവരുടെ ശമ്പളം, ഓവർ ടൈം, അവർക്കുള്ള ഭക്ഷണം, എല്ലാ റിസ്ക്കും ഒറ്റ ആൾ അവളാണ് ചെയ്യണത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 75 and 25. ഈ ഒരു സത്യം ഞങ്ങൾ ചെയ്തു കൊടുത്ത വീടിൻ്റെ ഉടമസ്ഥന്മാർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അവർക്കറിയാം, അവരോട് ഞാനിതുവരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യങ്ങളും സംസാരിക്കാറില്ല. മെയിൻ കാര്യങ്ങൾ സംസാരിക്കുക അവർക്ക് അവരുടെ വീട്ടിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ, അഭിപ്രായങ്ങളുണ്ടോ, ചേഞ്ചസ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഞാനും അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്നത്. ഞാൻ അതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ലേഡി ഇതിൻ്റെ ഇടയിൽ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ പ്രസ്ഥാനം നല്ല സൂപ്പറായിട്ട് പോകുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറ്, അല്ലെങ്കിൽ വൈഫ് ചെയ്യാറെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. വരും കാലങ്ങളിൽ നമ്മുടെ ഓരോ സ്റ്റാഫും ഇതേപോലെ ആകുമ്പോൾ നമ്മൾ ഇതിലും വലുതാവും.